وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ദീർഘമായ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ലൻ നസ്ബിറ, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. നൂൻ സാക്കിനിന്റെ ശേഷം നൂന് വന്നു. അവിടെ നൂനിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അലാ ത്വആമിൻ വാഹിദ്, അവിടെയും അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ് വാഹിദിൻ ഫദ്ഉ, ഇരുവാക്കുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അൽ ഇഖ്ഫാ അൽ ഹഖീഖിയാണ് നിയമം. അവിടെ തെൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഫദ്ഉ, ദാലിന്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട് തന്നെ ഖൽഖലയാണ് നിയമം. യുഖ്രിജ്, അവിടെയും ഖൽഖലയുണ്ട്, ജീമിന്റെ മേലെ സുക്കൂനുണ്ട്. ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ്, മിമ്മ, മീമിന്റെ മേലെ ഷദ്ദ് വന്നതുകൊണ്ട് 2 ഖദ്ർ മണിക്കേണ്ടതാണ്. തുംബിതുൽ അർദു, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അൽ ഇഖ്ലാബാണ് നിയമം. സുക്കൂൺ നൂനിന്റെ സ്വരം മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മിമ്മ തുംബിതുൽ അർദു മിൻ ബഖലിഹ, അവിടെയും ഇഖ്ലാബാണ് നിയമം. ഇഖ്ലാബ് പ്രകാരം പാലിക്കുമ്പോൾ ഇരു ചുണ്ടുകളും പൂർണ്ണമായും അടച്ചുകൊണ്ട് മൃദുലമായി പാരായണം ചെയ്യേണ്ടതാണ്. വഖിഫാഇഹ, അവിടെ അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ ഒരു വാക്കിലായി വന്നു. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. ഖാല അതസ്തബ്ദിലൂന, ബാഇന്റെ മേലെ സുക്കൂന് വന്നു. ഖൽഖലയാണ് നിയമം. അദ്ന, അവിടെയും ഖൽഖലയുണ്ട്. ഹുവ ഖൈർ എന്ന വാക്കിൽ നിർത്തുമ്പോൾ അവിടെ റാഇ തർഖീഖ് പ്രകാരമാണ് നിർത്തേണ്ടത്. അഥവാ റാഇന്റെ ശബ്ദം രാ ആക്കി മാറ്റണം. ഹുവ ഖൈർ. ഫഇന്ന ലക്കും, ഷദ്ദുള്ള നൂന് 2 ഖദ്ർ മണിക്കേണ്ടതാണ്. മിസ്റാൻ ഫഇന്ന, സുക്കൂന് ശേഷം ഫാ വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. ലകുമ്മ, സുക്കൂന മീമിന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാമു ശഫവിയാണ് നിയമം. വദുരിബത് അലൈഹിമു الذില്ലതു വൽ മസ്കനതു വബാഉ, അവിടെ അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. ബിഗദബിൻ മിനല്ലാഹ്, തൻവീന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. ذلك بأنهم, ഷദ്ദുള്ള നൂനിന്റെ നിയമം 2 ഖദ്ർ മണിക്കലാണ്. വയഖ്തുലൂൻ, ഖൽഖലയാണ് അവിടെ നിയമം. ഖാഫിന്റെ മേലെ സുക്കൂന് വന്നു. അന്നബിയീൻ, നൂന്റെ മേലെ ഷദ്ദ് വന്നതുകൊണ്ട് തന്നെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ബിഗൈരിൽ ഹഖ് നിർത്തുമ്പോൾ
വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഖൽഖല ചെയ്യേണ്ടതാണ്. വകാനു യഅ്തദൂൻ നിർത്തുമ്പോൾ 2 4 6 ഖദർ നീട്ടാവുന്നതാണ്. അൽ മദ്ദുൽ ആരിദ് ലിസ്സുകൂൻ എന്നാണ് നിയമത്തിന്റെ പേര്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർളു മിൻ ബഖലിഹാ വഖിസ്സാഇഹാ وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കർത്ഥങ്ങൾ വഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസ ഓ മൂസ, ലൻ നസ്ബിറ ഞങ്ങൾ സഹിക്കുകയില്ല തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയില്ല, അലാ തുആമിൻ ഭക്ഷണത്തിന്മേൽ, വാഹിദിൻ ഒരേ, ഫദ്ഉ അതിനാൽ താങ്കൾ പ്രാർത്ഥിക്കുക, ലന ഞങ്ങൾക്കു വേണ്ടി, റബ്ബക താങ്കളുടെ റബ്ബിനോട്, യുഖ്രിജ് ലന അവൻ ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരട്ടെ, അല്ലെങ്കിൽ അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, മിമ്മാ തുംബിതു മുളപ്പിക്കുന്നതിൽ നിന്ന്, അൽ അർളു ഭൂമി, മിൻ ബഖലിഹ അതിലെ ചീരയിൽ നിന്ന്, അല്ലെങ്കിൽ ഇലക്കറിയായും, വഖിസ്സാഇഹ അതിലെ വെള്ളരിയും, വഫൂമിഹ അതിലെ ഗോതമ്പും, വഅദസിഹ അതിലെ പയറും, വബസ്വലിഹ അതിലെ ഉള്ളിയും. ഖാല അദ്ദേഹം പറഞ്ഞു, അതസ്തബ്ദിലൂന നിങ്ങൾ പകരം ആവശ്യപ്പെടുകയോ, അല്ലദീ യാതൊന്നിനെ, ഹുവ അദ്നാ അത് കൂടുതൽ താണതരത്തിലുള്ളതാണ്, ബില്ലദീ യാതൊന്നിന്, ഹുവ ഖൈർ അത് ഉന്നതമാണ്, ഇഹ്ബിതു നിങ്ങൾ ഇറങ്ങുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുവിൻ, മിസ്ര ഒരു പട്ടണത്തിൽ, അല്ലെങ്കിൽ വല്ല നഗരത്തിലും, ഫഇന്നലക്കും എന്നാൽ നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കും, മാ സഅൽതും നിങ്ങൾ ചോദിച്ചത്, വളുരിബത്ത് അടിക്കപ്പെടുകയും ചെയ്തു, അലൈഹിം അവരുടെ മേൽ, അദ്ദില്ലത്ത് നിന്ദ്യത, വൽ മസ്കന നിർഗതിയും അല്ലെങ്കിൽ പതിതത്വവും, വബാഉ അവർ മടങ്ങുകയും ചെയ്തു, ബിഗളബിൻ കോപം കൊണ്ട്, മിനല്ലാഹ് അല്ലാഹുവിങ്കൽ നിന്നുള്ള, ദാലിക അത്, ബി അന്നഹും കാനൂ അവർ ആയിരുന്നത് കൊണ്ടാണ്, യക്ഫുറൂന അവർ അവിശ്വസിക്കും, ബി ആയാത്തില്ല
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, വയഖ്തുലൂന അവർ കൊല്ലുകയും ചെയ്യും, അന്നബിയീൻ പ്രവാചകന്മാരെ, ബിഗൈരിൽ ഹഖ് ന്യായം കൂടാതെ, ദാലിക അത്, ബിമാ ഗസൗ അവർ അനുസരണക്കേട് ചെയ്തത് കൊണ്ടാണ്, വകാനു അവർ ആയിരുന്നതും, യഅ്തദൂൻ അതിർ കവിയും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം, ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ താങ്കൾ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അവരുടെ മേൽ നിന്ദ്യതയും പതിതത്വവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവർ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കോപവും കൊണ്ട് മടങ്ങുകയും ചെയ്തു. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത് നിമിത്തമാകുന്നു. അത് അവർ അനുസരണക്കേട് ചെയ്തതും അവർ അതിക്രമം പ്രവർത്തിച്ചിരുന്നതും നിമിത്തമാകുന്നു എന്നതാണ് സഹോദരങ്ങളെ ഈ സൂറത്തുൽ അൽ ബഖറയുടെ 61-ാമത്തെ ആയത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഈ ആയത്തിൽ ബനു ഇസ്രായേലരുടെ നന്ദികേടിന്റെ മറ്റൊരു ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അല്പം ദീർഘമായ ആയത്തായതുകൊണ്ട് ഇവിടെ ഇന്ന് ഈ ആയത്തിന്റെ വാക്കാർത്ഥവും അതുപോലെ തന്നെ ആയത്തിന്റെ സാരവും നമ്മൾ മനസ്സിലാക്കിയതോടൊപ്പം ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുക എന്നത് അത് പ്രയാസകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.